നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പ്രശാന്തേ, വമ്പൻ തട്ടിപ്പ് സിനിമാ രംഗത്ത് നടത്തുന്നത് ആദ്യമല്ല. പക്ഷേ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ വലിയ തട്ടിപ്പുകൾ നടത്തിയിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പണ്ടൊക്കെ ഒന്നോ രണ്ടോ കാറൊക്കെ, ഇപ്പം സുരേഷ് ഗോപിയും എവിടെ പോയി പോണ്ടിച്ചേരിയിലും കണ്ടുപോയി ഒരു കാർ എടുത്തിരുന്നു. ഒന്നോ രണ്ടോ കാറൊക്കെ എടുക്കുന്നുള്ളൂ. ഏതാണ്ട് പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തു. അത് കാർ എടുക്കുക, രജിസ്റ്റർ ചെയ്യാൻ. ഇതിപ്പോ ടാക്സ് വെട്ടിക്കാൻ ഇപ്പൊ 4 കാർ പിടിച്ചെടുത്തെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയും കൂടുതൽ കാറുകൾക്കായുള്ള തിരച്ചിൽ ദുൽഖറിന്റെ നടക്കുകയാണെന്ന് പറയുന്നു. സത്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ ഈ കാറ് വിഷയം നേരത്തെ നടന്മാരുടെയൊക്കെ കാര്യത്തിൽ പല നടന്മാർക്കും കാറ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോണ്ടിച്ചേരിയിലെ ഏതെങ്കിലും ഒരു അഡ്രസ്സിലായിരിക്കും. അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ അവിടെ പ്രത്യേക ഏജന്റുമാരും ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ചെലവാക്കുന്ന അത്രയും നികുതി പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ വേണ്ട. കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് അപ്പോൾ അവിടെ നികുതി കുറവാണ്. അതുകൊണ്ട് കാരണം ഈ കാറിന് നികുതി ഇടുന്നതും എല്ലാം അതിന്റെ വില അനുസരിച്ചാണ്. അപ്പോൾ വലിയ വില കൂടിയ കാറുകൾ വാങ്ങിക്കുന്നത്, അതായത് ലക്ഷങ്ങളല്ല കോടി വിലയുള്ള കാറ് വാങ്ങുന്ന നടന്മാർ നമുക്കുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും, പരമാവധി ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഈ പരിപാടി ചെയ്യാറുണ്ട്. ഒരു നിയമലംഘനമാണ്, പക്ഷെ അതൊരു ഘോരമായ കുറ്റകൃത്യമൊന്നുമല്ല. അപ്പോൾ അവർ അതിന് ഫൈനൊക്കെ അടയ്ക്കേണ്ടി വരും. സുരേഷ് ഗോപിക്കെതിരെ അതിനെതിരെ ഒരു കേസുണ്ട്. അപ്പോൾ അദ്ദേഹം അതിപ്പോൾ കേസ് നടപടികൾ തീർന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പൊ കേന്ദ്രമന്ത്രിയൊക്കെ ആണെങ്കിലും കേസിന്റെ വഴിക്ക് അത് കേസ് അവസാനം അത് കോടതി പറയുന്ന ഫൈൻ അടയ്ക്കേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പോൾ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ മാത്രമല്ല, മറ്റു പലരും ഇങ്ങനൊരു കേസിൽ പെട്ടിരിക്കുകയാണ്. അതായത് കൊച്ചിയിൽ വലിയ തോതിൽ ഭൂട്ടാനിൽ നിന്ന് കാർ ഇറക്കുമതി ചെയ്യും. അപ്പോൾ ഇവർ പറയുന്നത് ഭൂട്ടാനിൽ നിന്ന് വില കുറവാണ്, പിന്നെ ടാക്സിൻ്റെ ഇതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവരെ കസ്റ്റംസാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിദേശത്തുനിന്നൊരു സാധനം ഇറക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കണം, ഇറക്കുമതി തീരുവ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി അടച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ കസ്റ്റംസിന്റെ പരിശോധന വന്നപ്പോഴാണ് ഇവരുടെ ഗോഡൗണുകളിൽ, അത് മമ്മൂട്ടിയുടെ വീട്ടിൽ അവർക്ക് പ്രത്യേകം ഗോഡൗൺ ഉണ്ട്, വീട്ടിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്താണ്. ഇവിടെ ഏതാണ്ട് 30ഓളം കാറുകൾ ഉണ്ടെന്നൊക്കെ വാർത്തകൾ പുറത്തു വന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. രണ്ടുപേരും കൂടെ, മോനും അച്ഛനും കൂടി അല്ല, അത് പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് താമസിക്കുന്ന വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ കാറ് അല്ലെങ്കിൽ 2 കാറോ വെച്ച് കൊടുത്താൽ പോലും ഈ 30 കാറൊക്കെ എങ്ങനെ വരും? ചില മനുഷ്യർക്ക് ഭയങ്കര കാറിനോട് ക്രേസാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഗാഡ്ജറ്റുകളോടും ഇലക്ട്രിക് ഐറ്റംസിനോടും ഒക്കെ മമ്മൂട്ടിക്കും വലിയ ഭ്രമമാണെന്നാണ്. എല്ലാ ഗാഡ്ജറ്റുകളും ആദ്യം വാങ്ങുന്നത് മമ്മൂക്കയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ആയിക്കോട്ടെ, അത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ. ആഡംബരം ഒരു കുറ്റമല്ല, അതുകൊണ്ട് അവരതുപോലെ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ആഡംബരം കാണിക്കും. അത് സ്വാഭാവികം. പക്ഷെ ഇവിടെ നമ്മൾ ആഡംബരം കാണിക്കുമ്പോഴും അതാണ് ആഡംബരം കാണിക്കുന്ന കുഴപ്പമൊന്നുമില്ല, പണം ഉണ്ടാക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷെ നിയമപരമായി എല്ലാം ചെയ്യും. ഈ കേസിൽ സംഭവിച്ചിരിക്കുന്ന അതാണ്. ഇവിടെ ഒരു നിയമലംഘനം നടന്നിരിക്കുന്നു. അങ്ങനെയാണ് കസ്റ്റംസ്. ഈ നമ്മുടെ ശ്രീശാന്തിന്റെ കേസ് ഉണ്ടായ സമയത്ത് ശ്രീശാന്തിനെ എല്ലാവരും കുറ്റപ്പെടുത്തി ആ കേസ് ഉണ്ടായ സമയത്ത്. പക്ഷെ ശ്രീശാന്തിന്റെ ടാക്സ് റിട്ടേൺസ് കറക്റ്റ് ആയിരുന്നു. ശ്രീശാന്തിനെ അനുകൂലിച്ച് ആദ്യമായിട്ട് വാർത്ത എഴുതുന്ന ആള് ഞാനാണ്. ശ്രീശാന്തിന്റെ പേർക്ക് മക്കോക്കെ ചുമത്താനുള്ള മഹാരാഷ്ട്രയിലെ പോലീസിന്റെ നിയമമാണ്. അവിടുത്തെ ഈ സ്ഫോടന കേസ് പ്രതികളെ ചാർത്താൻ വെച്ചിരുന്ന അവർക്ക് വരുന്ന സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ഒരു നിയമമാണ്. അത് ശ്രീശാന്തിൽ ചുമത്താൻ യാതൊരു ന്യായവുമില്ലായിരുന്നു. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചാണ് എൻ്റെ വാർത്ത വന്നത്. അത് ജന്മഭൂമിയിലാണെന്ന് ആ വാർത്ത വരുന്നത്. ആ വാർത്ത വന്നതിന് ശേഷം പിന്നീട് അത് മറ്റു പലരും ഏറ്റെടുത്തു. എനിക്ക് അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സിൽ നിന്നാണ് എനിക്ക് ആ വാർത്ത കിട്ടിയത്. ആ വാർത്ത പക്ഷെ ഞാനിതൊന്നും പറഞ്ഞു ശ്രീശാന്തിൻ്റെ അടുത്ത് ശ്രദ്ധയിലൊന്നും പെടുത്തിയിട്ടില്ല. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് ആ വാർത്ത കൊള്ളേണ്ടടുത്ത് കൊണ്ടു. അത് പിന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ, മനോരമ ഉൾപ്പെടെ അത് ഏറ്റെടുക്കുകയും കാരണം അങ്ങനെ ഒരു സംഗതി അതിനകത്തുണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അത് എനിക്ക് കിട്ടിയ സോഴ്സ് എനിക്കറിയാം, വാർത്ത കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞതുകൊണ്ട് അത് മുന്നോട്ട്. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്ന, ആദ്യം ഈ ദുൽഖർ സൽമാനെ ചോദ്യം ചെയ്തു. അദ്ദേഹത്തിൽ നിന്ന് 4 കാറുകൾ പിടിച്ചെടുത്തു. ദുൽഖർ സൽമാൻ കോടതിയിൽ പോയി. അതിൽ 2 കാറുകൾ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. എനിക്ക് തോന്നുന്നു അതിൻ്റെ പിഴ എന്തോ അടച്ച്. പക്ഷെ 2 കാറുകൾ ഇപ്പോഴും കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലാണ്, അത് വിട്ടുകൊടുത്തിട്ടില്ല. മാത്രമല്ല ദുൽഖറിനെ രണ്ടാമതും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അപ്പോൾ ദുൽഖർ പറയുന്ന മറുപടി, എനിക്ക് അറിയില്ലായിരുന്നു
ഈ ഭൂട്ടാനിൽ നിന്ന് ഇങ്ങനെ ഇറക്കുമതി ചെയ്തുകൂടാ, അത് എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ളത് ഇതൊക്കെ ഈ അതായത് സിനിമയിലൊക്കെ ആവുമ്പോഴേ ഈ സാധാരണക്കാരാണെ അറിയില്ലെന്ന് പറയാം. സിനിമയിലൊക്കെ ആയി നിരന്തരം ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കാർ വാങ്ങിക്കുന്ന ഒരാൾക്ക് കാറിനെ പറ്റി അല്ല, ഇതിന്റെ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി ഒക്കെ സംബന്ധിച്ച കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പോലും അറിയില്ല. അത് അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇരിക്കട്ടെ, എന്തായാലും അദ്ദേഹം ഇപ്പം പറഞ്ഞ മറുപടി ഇതൊക്കെയാണ്. പക്ഷേ കസ്റ്റംസ് അത് വിശ്വസിച്ചിട്ടില്ല. രണ്ടാമത് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. കാരണം ആ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് ഒരു കാരണമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കൂടുതൽ കാറുകൾ ഉണ്ട് എക്സൈസ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ആ കാറുകൾ കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ക്ഷമിക്കണം, എക്സൈസ് അല്ല, കസ്റ്റംസ്. ഞാൻ ഈ നേരത്തെ എക്സൈസ് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എക്സൈസ് കയറിയത്. അപ്പോൾ കസ്റ്റംസ് ഈ വളരെ കൃത്യമായിട്ട് ഈ ഇത് മനസ്സിലാക്കിയിട്ടാണ്, അവർക്ക് എന്തോ ക്ലൂ കിട്ടിയിട്ടുണ്ട് എവിടുന്നോ. നമുക്കറിയാം ഈ ഭൂട്ടാനിൽ നിന്ന് കാറുകൾ ഇറക്കുമതി ചെയ്യുന്നതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട്. ഇത് ഈ കാറ് കടത്തുന്നത് നിരോധിത ഭീകര സംഘടനകളുടെ ഒരു പണിയാണ്. നിരോധിത ഭീകര സംഘടന എന്ന് പറയുമ്പോൾ ഉടനെ എല്ലാവരും വിചാരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ആണ്. പോപ്പുലർ ഫ്രണ്ട് അല്ല, ഈ ഉൾഫ പോലെയുള്ള ചില നിരോധിത ഭീകര സംഘടനകൾ ഇത്തരത്തിൽ ഇങ്ങനെ അവിടുന്ന് ഈ ഇതൊക്കെ പാർട്ടാക്കും. എന്നിട്ടത് ഈ ഭൂട്ടാൻ ഇന്ത്യ അതിർത്തിയിൽ വലിയ നേപ്പാൾ പോലെയാണ്. നമ്മൾ വലിയ സൗഹൃദത്തിൽ, കാരണം നമ്മുടെ സഹായം ഇല്ലാതെ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് വലിയ പരിശോധനയൊന്നുമില്ല. ഇത് പതുക്കെ ട്രക്കിലൊക്കെ ആക്കിയിട്ട് ഇങ്ങോട്ട് എന്നിട്ട് ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് അത് അസംബിൾ ചെയ്യും. അത് അസംബിൾ ചെയ്യാൻ പറ്റിയ ചില സ്ഥലങ്ങൾ ബംഗാളിലൊക്കെ ഉണ്ട് എന്നാണ്, ബംഗാളിലും ബീഹാറിലും ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അസംബിൾ ചെയ്തിട്ട് ആ കാറ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കും. അപ്പോൾ അത് ഒരു പക്ഷേ ബീഹാറിലും ബംഗാളിലും ആയിരിക്കില്ല, കുറച്ചുകൂടെ വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലായിരിക്കാം, നമുക്കറിയില്ല. എന്തായാലും ഇങ്ങനെയാണ് അത്. ഈ നിരോധിത സംഘടനകൾ പണം ഉണ്ടാക്കാൻ അവർക്ക് ഇത്തരത്തിൽ സാധനം കടത്തി കൊടുത്താൽ, ഈ ഭൂട്ടാനിൽ നിന്ന് കഞ്ചാവും മയക്കുമരുന്നും ഒന്നും കടത്താൻ പറ്റില്ല. കടത്താൻ പറ്റുന്നത് ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരിങ്ങനെ കടത്തുന്നു. ഭൂട്ടാനിൽ ഈ കാറ് വരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു ഇമ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ എന്തെങ്കിലും ഇളവുകളുണ്ടാവും. പക്ഷേ അങ്ങനെ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് ഇത് എന്താ പറയുക, പാർട്ടായിട്ട് അഴിച്ച് പിരുത്ത് ട്രക്കിൽ കയറ്റി ഇന്ത്യയിലെത്തിച്ച് വീണ്ടും റീഅസംബിൾ ചെയ്ത് ഇവിടെ ഉപയോഗിക്കാൻ വിൽക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഈ കാറുകൾ അസംബിൾ ചെയ്ത് വിൽക്കുന്ന ചില ഏജന്റുമാർ തന്നെ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. ചില ഷോറൂമുകൾ പോലും ഉണ്ട്. ചില മുഖ്യധാരാ ഷോറൂമുകളുടെ ഭാഗമായിട്ട് ഇത്തരം ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഏജന്റുമാർക്കറിയാം. അപ്പോൾ അവർ ഈ വമ്പൻ പണക്കാരെ, ഈ പുതിയ കാറുകൾ ഇങ്ങനെ വരുമ്പോൾ, പുതിയ മോഡൽ ഫോറിൻ കാറുകൾ വരുമ്പോൾ അവർ അപ്പോൾ തന്നെ ഈ ഇത്തരത്തിലുള്ള ആൾക്കാരെ, ഈ കാറ് ക്രേസ് ആയിട്ടുള്ള ആൾക്കാരെ അറിയിക്കും. അങ്ങനെയാണ് അവരിത് വാങ്ങുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ കസ്റ്റംസ് ദുൽഖർ സൽമാനെ പോലെ എനിക്ക് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് അറിയില്ല എന്നൊക്കെ പറയുന്നത്, ഷോറൂമിൽ പോയി ഒരു കാർ എടുക്കുന്നത്, എവിടെന്നെങ്കിലും അസംബിൾ ചെയ്ത് വരുന്ന കാർ വാങ്ങിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം അത് അറിയാവുന്ന ആൾ തന്നെയാണ്. അതിന്റെ നിയമ പ്രശ്നങ്ങളെ കുറിച്ചും അദ്ദേഹം ബോധവാനാണ്. പക്ഷേ പറഞ്ഞാൽ എല്ലാവരും കുറച്ച് ലാഭം ആഗ്രഹിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു പോയതായിരിക്കാം. പക്ഷേ ഇപ്പോൾ കസ്റ്റംസ് വളരെ കർശനമായൊരു നിലപാടെടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടുതൽ കാറുകൾ. ഇപ്പം ഈ സംഭവം ഉണ്ടായി മമ്മൂട്ടിയുടെ ഗോഡൗൺ റെയ്ഡ് ചെയ്തപ്പോൾ തന്നെ ഏതാണ്ട് 30, ഞാൻ പറഞ്ഞല്ലോ 30 കാറുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വന്ന വാർത്ത. നമുക്ക് വാർത്ത വിശ്വസിക്കാനേ കഴിയുള്ളൂ. മമ്മൂട്ടിയൊന്നും ഒരിക്കലും അങ്ങനത്തെ ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പോകുന്നയാളല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നടനല്ലേ, കുറച്ച് പൈസ ലാഭിക്കാം എന്ന് കരുതി കാണും. അപ്പോൾ ഈ ടാക്സ് ഒന്ന് വേവ് ചെയ്യാനുള്ളൊരു മാർഗം നോക്കി. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ ബുക്ക് ചെയ്തിട്ട് കാലങ്ങൾ കാത്തിരിക്കണം, ഉടനെ കിട്ടത്തില്ല. പിന്നെ ഇതിന് ഒരുപാട് പ്രോസസ്സുണ്ട്. ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ സമയമെടുക്കും. അപ്പോൾ ഒരു പക്ഷേ അപ്പോഴത്തേക്ക് ഈ സാധനം ഔട്ട്ഡേറ്റഡ് ആയി പോകും. അവർക്ക് അങ്ങനെയല്ല, അവർക്ക് വണ്ടി അത് ഇറങ്ങിയ ഉടനെ തന്നെ വാങ്ങണം. അപ്പോൾ അതിനുള്ള മാർഗമാണ് ഇവർ നോക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റംസ് പറയുന്നു കൂടുതൽ കാറുകൾ ഇവരുടെ കൈവശമുണ്ട്, ദുൽഖർ സൽമാൻ്റെ കൈവശമുണ്ട്. അത് കണ്ടെടുക്കാനുള്ള ഒരു അന്വേഷണത്തിലാണ് ഈ കസ്റ്റംസ് മുന്നോട്ട് പോകുന്നത്. അത് കണ്ടെടുത്താൽ ഇദ്ദേഹത്തിനെതിരെ നടപടികൾ വരും എന്നാണ്. ഇപ്പോൾ അറസ്റ്റൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇവർ കസ്റ്റംസ് പറയുന്നത് ഈ കാറുകൾ കണ്ടെത്തിയാൽ അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കും എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇത് ചെന്നൈയിലും ഇത് വളരെ വ്യാപകമായിട്ട് ഇങ്ങനെ കാറുകൾ എത്തുന്നുണ്ടെന്നാണ് പറയുന്നത് കസ്റ്റംസ്.
നമുക്കറിയാം മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ ചെന്നൈയിലും ഒക്കെ വീടുണ്ട്. അവർക്ക് കേരളത്തിൽ മാത്രമല്ല, അവർ കൂടുതലും നേരത്തെ ദുൽഖറും ഒക്കെ ചെന്നൈയിലായിരുന്നു. ഇപ്പോഴാണ് കേരളത്തിലേക്ക് താമസം. ദുൽഖർ ഇപ്പോൾ ചെന്നൈയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഈ ചെന്നൈയിൽ നടന്മാരുടെ ഇടയിൽ മാത്രമല്ല, വലിയ വമ്പൻ പണക്കാരുടെ ഇടയിലും ഈ പറഞ്ഞതുപോലെ ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന കാർ. പിന്നെ ഇതിനകത്ത് മറ്റൊരു വിഷയം, ഈ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നിരോധിത ഭീകര സംഘടനയുടെ ആൾക്കാരാണ് ഇത്തരത്തിൽ ഈ ട്രക്കുകൾ വഴി ഈ കാറുകൾ കടത്തുന്നത്, അതിന് ചുക്കാൻ പിടിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. മറ്റെന്തെങ്കിലും അനധികൃതമായ ഇടപാട് ഇതിൻ്റെ പുറകിൽ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇവരാരിൽ നിന്നാണ് പണം കൊടുത്തത് വാങ്ങുന്നത്, അവർ ഏതൊക്കെ, നമുക്കറിയാം ഇപ്പോൾ സ്വർണം കടത്തുന്നത്, സ്വർണ്ണക്കടത്തുകാർ ഗൾഫിൽ നിന്ന് പ്രത്യേകിച്ചും തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, ISIS പോലെയുള്ള ഭീകര സംഘടനകളാണ് അവിടെ കൊള്ളയടിച്ച സ്വർണം ഉരുക്കി ബാറുകളാക്കിയിട്ട് കൊടുത്തുവിടുന്നത്. അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഈ മറ്റ് സ്വർണ്ണക്കടത്ത്, ഇപ്പോൾ ദുബായിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കും പറഞ്ഞ പോലെ എക്സൈസ് ഡ്യൂട്ടിയൊക്കെ വളരെ കൂടുതലായതുകൊണ്ട് അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടത്ത് നടത്തുന്നത്. പക്ഷേ മറ്റത് അതിനേക്കാളും വില കുറവാണെന്നാണ് പറയുന്നത്. ഈ ഭീകര സംഘടനകൾ അത് അനധികൃതമായിട്ടാണ് അത് ഇവിടെ. അതുപോലെ തന്നെ ഈ പിന്നെ ക്രൂഡ് ഓയിലിൻ്റെ കടത്തുണ്ട്. അതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഈ സ്വർണ്ണക്കടത്ത് പോലെ തന്നെ ഇതിനേതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധം, ഇത് കടത്തിക്കൊടുക്കുന്നത്, ഭൂട്ടാനിൽ നിന്ന് ഇവിടെ എത്തിക്കുന്നത് ചില നിരോധിത സംഘടനകൾ, മുമ്പ് നിരോധിച്ചിരുന്ന സംഘടനകൾ, ഇപ്പോൾ അത് പ്രവർത്തനമൊന്നുമില്ല, അതൊക്കെ നാമാവിശേഷമായി. പക്ഷെ അതിലെ ആൾക്കാർ പലരും ഈ പറഞ്ഞ വേറെ തൊഴിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാകാം, നമുക്കറിയില്ല. അങ്ങനെ ഒരു സംഗതിയുണ്ട്. പക്ഷെ അതിൻ്റെ പുറകിൽ അതല്ലാതെ ഇതിൻ്റെ ഉറവിടം, ഇത് ആരിൽ നിന്നാണ് ഇത് വാങ്ങുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ ദുൽഖർ പറയണം. കസ്റ്റംസിന് അത് കൃത്യമായിട്ട്, ഇടനിലക്കാരായിരിക്കും ദുൽഖറിന്റെ അടുത്ത്, ഇടനിലക്കാരിലേക്ക് തീർച്ചയായിട്ടും ഈ ഇടനിലക്കാരെ കിട്ടിയാൽ തന്നെ ഒരു പരിധി വരെ പിടിക്കാൻ പറ്റും. ഇപ്പൊ ദുൽഖർ ഇതിനെക്കുറിച്ച് വേണ്ടത്ര ഈ ഉറവിടത്തെക്കുറിച്ച് അറിവുള്ള ആളായിരിക്കില്ല. ഈ പറഞ്ഞ പോലെ ഇടനിലക്കാരായ ആൾക്കാർ, ഷോറൂമുകളുടെ ഈ സബ്ബായിട്ട് പ്രവർത്തിക്കുന്ന സബ് ഷോറൂമുകളുണ്ട്, ഇവരൊക്കെ ആയിരിക്കും ഈ സാധനം ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. കസ്റ്റംസ് ദുൽഖറിനെ വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് അറിയുന്നത്. ചോദ്യം ചെയ്യുന്നതിന് പിന്നാലെ നമുക്കിതിൻ്റെ വിശദാംശങ്ങളുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.